ഹലോ ഗായ്സ്, നമുക്ക് അടിപൊളി ഒരു ഹോം മെയ്ഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് സോയിൽ ക്ലേ വിതിൻ 1 day നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് 5 or 6 hours നമുക്ക് ക്ലേ റെഡിയായി കിട്ടും. ബട്ട് അതിൻ്റെ പ്രോസസ്സ് ആയില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു നല്ല അടിപൊളി മണ്ണാണ്. ഈ മണ്ണ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അടിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വേസ്റ്റും ഒന്നും ഉണ്ടാവില്ല, മുകളിലത്തെ വേസ്റ്റും. പിന്നെ എന്താണെന്ന് പറയുക, നനവുണ്ടോ അതാണ് ക്ലേ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം ആദ്യം നമ്മൾ ഈ മണ്ണെടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കുക. നല്ല ഈ മണ്ണിൻ്റെ കഴിഞ്ഞ് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ പക്ഷികളൊക്കെ പറഞ്ഞറിയിക്കുക, മണ്ണിനെ കഴിഞ്ഞ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ മണ്ണല്ല നമ്മൾ ക്ലേ ആയിട്ട് യൂസ് ചെയ്യുന്നത്, വെള്ളമാണ് ഗൈസ്. ഈ വെള്ളം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ക്ലേ ഉണ്ടെന്ന് പറയാം. അപ്പം നമുക്ക് അത് മുഴുവൻ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു വലിയ നെറ്റ് എടുക്കുക. ഞാനിപ്പോൾ കാണിച്ച പോലത്തെ എന്നുവെച്ചാൽ വലിയ നെറ്റെന്ന് പറഞ്ഞാൽ വലിയ ഹോളുള്ള നെറ്റ് നമ്മൾ എടുക്കുകയാണ്. അത് എന്തിനെടുക്കുകയെന്ന് വെച്ചാൽ വലിയ കല്ലും കോലും ഒക്കെ ഉള്ളത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ കെട്ടിക്കൊടുക്കണം. എനിക്ക് കെട്ടിക്കൊടുക്കണം കുറച്ച് പാടാണ്, കാരണം എനിക്ക് വല ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ തുണി വല പോലത്തെ ഇല്ലായിരുന്നു, ഇതേപോലത്തെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കെട്ടാൻ കുറച്ച് പാടായിരുന്നു. എന്തായാലും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് അരിക്കാൻ തുടങ്ങണം. ഇത് ഞാനിതൊന്നും കെട്ടിക്കഴിയത്തില്ല. എൻ്റെ അമ്മേ, ഇതൊന്ന് വേഗം കെട്ടിക്കഴിയുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ആപ്പ് നടത്തുന്നുണ്ട് കേസ്. ഈ പക്ഷികൾ എന്നെ കുത്തിക്കൊണ്ട് പോകണം മാതിരിയാണ് കേസ് ഇവിടുന്ന്. ഓക്കെ ഞാനത് കെട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം എല്ലാം അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് മണ്ണിങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലാഭിക്കാം കേസ്. ബട്ട് എൻ്റെ മടി കൊണ്ട് ആദ്യം കുറച്ചൊക്കെ ഞാൻ ചെയ്തു, പിന്നീട് എനിക്ക് മടിയായി കേസ്. ഞാൻ എന്തൊക്കെയോ കൂട്ടി ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൈൻ്റെ അവസ്ഥ. ഈ വെള്ളം ഉണ്ട് കണ്ട് ഇങ്ങനെയായി വരണം. പിന്നെ ഈ വെള്ളം നമുക്കിനി ഒരു 10 മിനിറ്റ് നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കണം. അപ്പം ഇത്തിരി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചോറുണ്ണാൻ പോയി, ഉച്ചയായി. അപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തെങ്കിലും കേൾക്കട്ടെ അതാണ്. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മളത് മുഴുവൻ അരിച്ചങ്ങ് എടുക്കുക. അങ്ങനെ എടുത്ത് എൻ്റെ തുണി കുറച്ച് തിക്കായിരുന്നു എങ്കിലും ഞാൻ അത് അരിച്ചങ്ങ് എടുത്തു. അതിങ്ങനെ എൻ്റെ ഇവിടെ വെച്ച് കുറച്ച് സർക്കിളിങ് ആക്കുവാണെങ്കിൽ ഇതാക്കി കിട്ടും തന്നെ. അതിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് അങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ ഇവിടെ ഞാൻ ക്ലേ ഉണ്ടാക്കിയ സ്ഥലത്തോടെ തന്നെയാണ് നടക്കുന്നത്. അവിടെയൊക്കെ ഞാൻ ക്ലേ ഉണ്ടാക്കിയ എല്ലാ പാർട്ടിക്കിൾസും കാണാം കേസ്. ഓക്കെ, ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടോ. അവിടെ ഇരുന്നിട്ട് നമ്മൾ അതിൻ്റെ അങ്ങനെ കുഴി ആക്കി അങ്ങനെ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കണം. നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂറിന് പോയി ഞാനാണ് കേട്ടോ 4 ദിവസത്തിന് ശേഷം ഞാൻ ഇവൻ്റെ അടുത്ത് ഇരിക്കുന്നത് കേസ്. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സാംസ് ഒക്കെ ആയിരുന്നു അന്ന്. ആകെ ഒരു ലീവ് കിട്ടിയ റംസാൻ്റെ അന്ന് ആണ് ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഓർമ്മയില്ല എനിക്ക്. പിന്നെ എന്ന് വെച്ചാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു ക്ലേൻ്റെ കാര്യം. അയ്യോ, ഞാൻ എൻ്റെ ക്ലേ ഉണ്ടാക്കാൻ വെച്ചിട്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പോൾ നല്ല മണ്ണാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ മുകളിൽ തന്നെ എക്സ്ട്രാ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ഇതിപ്പോൾ എൻ്റെ അത്ര നല്ല മണ്ണല്ല, അത് കാരണം ക്ലിയർ അല്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടിയിലും മണ്ണുണ്ട്. ആ മണ്ണ് നമുക്ക് ആവശ്യം. ആ മണ്ണ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൈയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം അതിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്ന വെള്ളമെല്ലാം നമ്മൾ എടുത്ത് കളയുക. പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ക്ലിയർ വരും. ഞാൻ പിന്നെയും പറയുകയാണ്, ക്ലിയർ വരും, ക്ലിയർ അല്ലാത്തത് വരും, എല്ലാം വരും കേട്ടോ. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അത് കാരണം
ഞാനത് ഇന്നിവിടെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ശരിക്കും എനിക്കൊന്നും അറിയില്ല. ഞാൻ 1 മണിക്കൂറൊന്ന് നോക്കിയപ്പോൾ അതേപോലെ ഇട്ടു. അപ്പം മമ്മി പറഞ്ഞു 1 ദിവസം കഴിയുമ്പോൾ 1 ദിവസം കഴിഞ്ഞിട്ടായില്ല. പിന്നെ എനിക്ക് സാരമില്ല, ഇപ്പോൾ ആയില്ലെങ്കിലും വല്ലപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന ഉള്ളിൽ. എന്നാ 4-5 മണിക്കൂർ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ വെള്ളം ഒന്ന് ഉണ്ടാക്കിയെടുത്തതും. പിന്നെ എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ഞാൻ 4-5 മണിക്കൂറൊക്കെ പിടിച്ചത്. ചില വേഗം എനിക്ക് മടിച്ചും പറക്കിയൊക്കെയാണ് ചെയ്തത്. അത് കാരണമാണ് ഞാൻ ഇത്ര ലേട്ടായത്. ഇല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഞാൻ മുഴുവൻ എല്ലാ വെള്ളവും നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ, ഒരു തുള്ളി വെക്കരുത്. പിന്നെ നമ്മൾ ബാക്കി വരുന്ന വെള്ളം ഇങ്ങനെ കമത്തിയിട്ട് ആ ബക്കറ്റ് കമത്തിയിട്ട് കളയണം. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ മണ്ണ് കളയാതിരിക്കുകയാണെങ്കിൽ കുറച്ച് തുള്ളി ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് ക്ലേ കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ക്ലേ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ തൊട്ട് വെക്കുകയാണ്. അതിൻ്റെ അടിയിൽ എന്തോരം ഇനി എത്രയും കൂടെ വെള്ളം എടുത്താലാണ് നമ്മൾ മണ്ണിൻ്റെ അടുത്തത്തെ കാരണം നമ്മൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കപ്പ അവിടെ മുട്ടിക്കഴിഞ്ഞാൽ അത്രയും വേസ്റ്റ് ആവുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, ഇത്രയും വെള്ളമാണ് എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് ഇട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബോർഡ് ആവശ്യമുണ്ട്. ഈ ബോർഡ് എന്നാ പറയുക, അവിടെ നിലത്തിട്ടിട്ട് നമ്മൾ ഒരു മെത്ത പോലെ അങ്ങ് വേവിച്ചിടുക. ഒരു കോട്ടൺ തുണി ഞാനത് അരിക്കാൻ ഉപയോഗിച്ച അതേ കോട്ടൺ തുണി. അതിപ്പോൾ 4 ദിവസം മുമ്പല്ലേ ഞാൻ അരിച്ചത്. പിന്നെ അത് അതേപോലെ അടുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് കഴുകി ഉണക്കി എടുത്തേക്കണതാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് എന്നാ പറയുക, ഇതൊഴിച്ച് കൊടുക്കുക. ഈ സാധനത്തിൻ്റെ മണ്ടയിൽ വയ്ക്കുക. നിലത്തെങ്ങാനും വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പം അതെന്താ കാരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. നല്ലോണം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പലക്കൊക്കെ സ്റ്റണ്ടിക്കിലൊക്കെ മണ്ടയിൽ വെക്കുകയാണെങ്കിൽ അതങ്ങനെ ഉണങ്ങി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനത് മുഴുവൻ ഒഴിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്ലേസ് ഇല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ നിലത്ത് ഇങ്ങനെ വിരിച്ചത്. അത്രയും ക്വാണ്ടിറ്റി എന്താ പറയുക, ക്ലേ അങ്ങ് പോയി കിട്ടി. എന്നുവെച്ചാൽ ഒരു തുള്ളി എനിക്ക് കിട്ടി അവിടെ നിന്ന്. കാരണം അത് അവിടെ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഇട്ടത് കാരണം അത് ഒഴിച്ചത് ഞാൻ സ്പ്രെഡാക്കാൻ മറന്നുപോയി. അതെൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ സ്പ്രെഡാക്കിയില്ല. അത് കാരണം എനിക്കത് കിട്ടി. അപ്പം ഇത് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനത് പിന്നെയും അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മുഴുവൻ സ്പ്രെഡ് ചെയ്യാനാണ് ഇത്. അപ്പം ഇതെന്തായാലും നമുക്ക് ഇതിപ്പോൾ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് തീരെ ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് പിന്നെയും ഇങ്ങനെ വിരിച്ചിടുവാണ്. മെത്ത പോലെ വെച്ചിട്ട് അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുത്ത് കണ്ടോ കാട്ടണുണ്ട് ഞാൻ. എന്തൊക്കെയോ ഞാൻ കാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ ഇങ്ങനെ കാട്ടി വെക്കണ ക്ലേ എല്ലാം പോകില്ലെന്ന്. ഇല്ല കേസ്, പോകത്തില്ല. അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈസിയിൽ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ കേസ്. അതിപ്പം നിങ്ങളത് വിചാരിക്കേണ്ട. അതിനെ ഡയറക്റ്റ് ഇതിലേക്കൊന്നും ഒഴിച്ച് വെക്കരുത്. അത്ര ക്ലേ അങ്ങ് വേസ്റ്റ് ആകും. എന്താ പറയുക, നിലത്തിലേക്കോ അല്ലെങ്കിൽ ആ പലകയിലേക്കോ ഒഴിച്ച് വെക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതേപോലെ ബക്കറ്റ് തുടച്ച് അടിച്ച് ക്ലീൻ ആക്കിയില്ലെങ്കിൽ പോരാളിയുടെ കയ്യിൽ നിന്ന് പലതും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ നേരത്തെ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പോരാളിയാണ് ആ പൈപ്പ് വലിക്കുന്നത്. അപ്പം ഞാനത് നോക്കി അന്തം വിട്ട് നോക്കിയതാണ് ഗൈസ്. അത് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ റിയാക്ഷൻ ഇട്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഞാൻ മുഴുവൻ സ്പ്രെഡാക്കുന്നുണ്ട്. സ്പ്രെഡാക്കാൻ നേരത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എൻ്റെ ലിറ്റിൽ ഫിംഗർ ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ എനിക്ക് മനസ്സിലായി ഇല്ല എനിക്കിത് മുഴുവൻ വെച്ചാൽ ഇത് പെട്ടെന്നൊക്കെ നടക്കുകയുള്ളൂ എന്ന്. ഉണ്ടത് പയ്യെ ഞാനിതങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് നമുക്കിങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് 6:45 സമയത്താണ് ഇത് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാനൊരു 9 മണിയായപ്പോഴത്തേന് അങ്ങനെ ഷേപ്പാക്കാൻ രീതിയിൽ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇച്ചിരി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഫിംഗർ വെച്ചിട്ടും സിഗ്സാഗ് വെച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാ സൈഡിലും ഒരേപോലെ അങ്ങ് ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേപോലെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരേപോലെ ഡ്രൈ ആവാൻ രീതിക്ക് വേണം നമ്മൾ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെക്കാൻ. എന്നാ പറയുക,
ഇത് തന്നെ എല്ലാവരും ചെയ്യുന്നൊരു ഇതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം. ബട്ട് ഞാൻ സ്റ്റിൽ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രശ്നം ആണിത്. ഓക്കെ, ഞാൻ ഇത് മുഴുവനൊന്ന് ഡ്രൈ ചെയ്ത് ഉണ്ടാക്കുക. ഞാൻ ഡ്രൈ ചെയ്യലല്ലോ, സ്പ്രെഡ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ നിലത്തിരിക്കണ ആ ഇച്ചിരി അരമുരിയായിട്ടിരിക്കുന്ന ആ ലെഫ്റ്റ് സൈഡിലുള്ള അതാണ് എനിക്ക് ക്ലേ നഷ്ടമായത്. ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിപ്പ് രാവിലെ ആയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ്. നിങ്ങൾ ഈ വീഡിയോ 3 കോസ്റ്റ്യൂമാണ് കണ്ടിരുന്നത്. കാരണം 3 ദിവസമാണല്ലോ ചെയ്തത്, 3 ദിവസം പലത് ഇതേപോലെ ഒന്ന് ക്ലേ ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ഒരു 7 മണിക്കായിട്ടുണ്ടാകും. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനും സ്കൂളിൽ റെഡി ആവാനും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഞാനത് ചെയ്തു. ഇതേപോലെയാണ് ക്ലേ ഇരിക്കുന്നത്. അപ്പം ഭയങ്കര സ്മൂത്താണ്, ഒരു കുഴപ്പമില്ല, അടിപൊളി, മഡി സ്മെല്ലും ഇല്ല, ഒരു കുഴപ്പമില്ല. അതേപോലെ ഉണ്ട്. പിന്നെ എനിക്കിതെന്ത് കണ്ടിട്ട് തോന്നിയെന്നറിയാമോ, നമ്മൾ ഡയറി മിൽക്കില്ലേ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ അതപ്പോൾ എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഒരു കുഴപ്പമില്ല. അത് നല്ല മഡി സ്മെല്ല് പോലും ഇല്ല ഗൈസ്. കാരണം നമ്മൾ അത്രയും അയച്ചത് കാരണം ആയിരിക്കും മഡി സ്മെല്ല് പോലും വരാത്തത്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് മുഴുവനൊന്ന് അടർത്തി അങ്ങ് എടുക്കണം ഗൈസ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്. കാരണം ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഭയങ്കര ആയിട്ട് എന്താ പറയുക, ലോങ്ങായി പോയിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ക്ഷമിക്കുക. കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പണിയാണ്. സത്യം പറഞ്ഞ് എൻ്റെ വീഡിയോസൊക്കെ എന്താ പറയുക 9 minutes 4 minutes ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കാറ്. പക്ഷേ പലതും പല ടൈമിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കറക്റ്റായിട്ട് വരാറൊന്നുമില്ല. അപ്പം ഫുള്ളി ഇപ്പോൾ 13 minutes 50 seconds സംതിങ്ങാണ് ഞാൻ എന്താ പറയുക ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുത്തിയിരുന്ന് വേറൊക്കെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താ പറയുക, ഒരു സുഖം കേസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നേരത്തും. ഇതൊക്കെ കാര്യം ചെയ്ത് കണ്ട് ഞാൻ കിടന്നവിടെ ഒറ്റയ്ക്കാം. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലേ അങ്ങോട്ട് പോരുന്നില്ല അവിടെ നിന്ന്. ഇത് നമ്മൾ പിന്നെ ഓവർ ഡ്രൈ ആവരുത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഇച്ചിരി ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമായിട്ട് നോക്കാം. അന്നേരം പിന്നെ ഓവർ ഡ്രൈ ആയിപ്പോൾ പിന്നെ ഫുൾ ആവാതെ നമ്മൾ എടുക്കുക വരരുത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലേ ഇങ്ങനെ മര്യാദയ്ക്ക് വരത്തില്ല. ഫുള്ളി ലിക്വിഡി പോലെ ഇരിക്കും കേട്ടോ നമ്മൾ ക്ലേ ഇങ്ങനെ ചെയ്യാൻ നേരത്ത്, ഇതിലൊക്കെ ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മളിതൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതാക്കുന്ന പറഞ്ഞിട്ട് ഇതൊക്കെ ക്രോപ്പ് ചെയ്യാൻ തന്നെ എന്താ പറയുക. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇതേപോലെയാണ് നമ്മുടെ ക്ലേ വരുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തത് കട്ടാകും കേട്ടോ. കാരണം എനിക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പം. ഇതാണ് നമ്മുടെ ക്ലേൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നല്ല അടിപൊളി സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്. ഇതിപ്പോൾ ഞാനത് വെള്ളം ചോദിച്ച് നൈസാക്കി വെച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലേ. അടിപൊളി ക്ലേ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഡ്രൈ ചെയ്യാതെ സൂക്ഷിക്കണം. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു കവർ അങ്ങോട്ട് എടുക്കുക. കവറിലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ മാതിരി ഇഷ്ടപ്പെടുന്ന മമ്മിക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതെന്നാ പറയുക, എന്തെങ്കിലും പറയുക, ഇത് പറയും. ഇതിനകത്ത് നമ്മൾ കവറിനകത്ത് കയറ്റി ഇതിനകത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ച് തുള്ളി പോലെ എയർ കയറ്റരുത്. പിന്നെ നമ്മളൊരു ബോക്സിലാക്കി